ഇന്നലെ മുതൽ പെട്ട് കിടക്കുക. ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി കയറുമ്പോൾ ഇത്ര വെള്ളമില്ലായിരുന്നു. വീണ്ടും വെള്ളം കയറി പെട്ട്. ഓഫീസിലേക്ക് 7 മണിക്ക് എത്തേണ്ടതാണ്. ഇപ്പൊ ഈ ചേട്ടൻ വന്നോട്ട് രക്ഷപ്പെട്ട്. ഇതിപ്പോ റോഡാണോ തോടാണോ മനസ്സിലാവും. അയ്യോ, ഇത് ഇന്നലെ ഇത്രേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ വീണ്ടും കയറുവാണ്. ഇതിന് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഈ മുന്നറിയിപ്പ് വന്നത് ഇന്നലെ രാത്രിയാണ്, 1:30-ക്കാണ്. നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ രാവിലെ കുറച്ചധികം നേരത്തേക്ക് വെള്ളം ഒന്ന് കുറഞ്ഞ് മഴയൊന്നും നിന്നപ്പോൾ മാത്രമാണ് വെള്ളം ഒന്ന് ഇറങ്ങിയത്. പക്ഷേ പിന്നീട് രാത്രിയോടുകൂടി മഴ വീണ്ടും ശക്തി പ്രാപിച്ചപ്പോഴത്തേക്ക് വീണ്ടും വെള്ളം ഉയരുകയായിരുന്നു. എനിക്ക് പിന്നിൽ ഒരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം. ഇത് റോഡാണ്. പക്ഷേ ആ വെള്ളം തുഴഞ്ഞ് ചില ആളുകൾ രണ്ടുപേർ വരുന്നത് കാണാം. ആ വെള്ളം തുഴഞ്ഞ് റോഡിൽ കൂടെ വരുന്നത്. സാധാരണ നമ്മൾ കാണുന്ന തോട്ടിൽ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയിലൂടെയൊക്കെ വെള്ളം തുഴഞ്ഞ് വരുന്നതാണ്. പക്ഷേ ഇത് ഒരു റോഡാണ്. ആ റോഡിൽ അത്രയും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ് അവർ അത്തരത്തിൽ തുഴഞ്ഞു വരുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങളിൽ കാണാം എന്തുമാത്രം ഈ മഴയുടെ ആ ഒരു തീവ്രത എന്തുമാത്രം ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ഇതാണ്. എവിടുന്നാ വരുന്നത്? ഇന്നലെ മുതൽ പെട്ട് കിടക്കുക. ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി കയറുമ്പോൾ ഇത്ര വെള്ളമില്ലായിരുന്നു. വീണ്ടും വെള്ളം കയറി പെട്ട്. ഓഫീസിലേക്ക് 7 മണിക്ക് എത്തേണ്ടതാണ്. ഇപ്പൊ ഈ ചേട്ടൻ വന്നോട്ട് രക്ഷപ്പെട്ട്. ഇതിപ്പോ റോഡാണോ തോടാണോ മനസ്സിലാവും. അയ്യോ, ഇത് ഇന്നലെ ഇത്രേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ വീണ്ടും കയറുവാണ്. ഇതിന് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഈ മുന്നറിയിപ്പ് വന്നത് ഇന്നലെ രാത്രിയാണ്, 1:30-ക്കാണ്. നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇവിടെ താമസിക്കുന്നു, അടുത്ത് താമസിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രയും വെള്ളമായി. അപ്പം മാറാൻ വേണ്ടി വെള്ളം എടുത്തത്. അപ്പോൾ അവിടെ ഒരു മേലാതെ ഒരു ആൾ കിടപ്പുണ്ട്. പുള്ളിയും കൊണ്ട് വരാനായിട്ട് എടുത്തത്. നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന ഏതായാലും വെള്ളം ഉള്ളത് കൊണ്ട് ഉപകാരപ്പെട്ട് റോഡിൽ കൂടെ വെള്ളം തുഴഞ്ഞു പോകാൻ പറ്റി. ഏതായാലും ആ ദൃശ്യങ്ങൾ നമുക്കൊന്നുകൂടെ കാണാം. അവർ തുഴഞ്ഞു പോകുന്നത് രാവിലെ ആ ചേട്ടന് ഓഫീസിൽ പോകാനുള്ളതാണെന്ന് പറയുന്നത്. ആ ബുദ്ധിമുട്ടും ആ ബാഗെല്ലാം ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും അത്തരത്തിലാണ് ഈ കോട്ടയം ജില്ലയുടെ പല ഭാഗത്തുമുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല ഭാഗത്തും ഇത്തരത്തിൽ വെള്ളം കയറി കിടക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കിഴക്കൻ മേഖലയിൽ ഇന്നലെ വെള്ളം ഇറങ്ങിയിരുന്നു. പക്ഷേ വീണ്ടും ഇപ്പോൾ രാത്രിയോടുകൂടി ഈ വെള്ളം കയറി തുടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പാലാ ഈരാറ്റുപേട്ട റോഡാണ്. ആ ഭാഗത്തുള്ള പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നീട് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഈ കിഴക്കൻ മേഖല മാറ്റി നിർത്തി പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഇത്തരത്തിൽ വെള്ളം കയറി തുടങ്ങുന്നുണ്ട്. ഈ ഇല്ലിക്കൽ, അതുപോലെ തന്നെ ഐമനം, അർപ്പൂക്കര, തിരുവാർപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വെള്ളം കയറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയം ടൗണിൻ്റെ പല ഭാഗത്തും വെള്ളം കയറുന്നുണ്ട്. മഴ ഇത്തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ ഈ ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. എവിടുന്ന് ചേട്ടാ വരുന്നത്? ഇതിൻ്റെ അപ്പുറത്താണ് വെള്ളം കയറി വീട്ടിൽ കയറാനായിട്ടുള്ള പരിപാടിയിൽ. അപ്പം നാളെ ഒന്ന് ബോട്ടൊന്ന് എന്താ പറയുക ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരെ മാറ്റാനുണ്ട്. ബുക്ക് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ വരെ എത്തിയല്ലേ? എന്താ പറയുക 2 പേരെ പ്രായമുള്ള ഒരു 92 വയസ്സായ അമ്മയും സഹോദരനുണ്ട്. ക്യാമ്പിലേക്കൊക്കെ ക്യാമ്പിലോട്ടല്ല, വേറെ ഒരാളെ കാരിത്താസില ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യണം. അമ്മയെ പെങ്ങളുടെ വീട്ട് ബ്രഹ്മമംഗലത്തിലോട്ട് മാറ്റണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും ദിവ്യ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ സാധാരണ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഈ ഓൺലൈൻ ടാക്സികൾ ബുക്ക് ചെയ്ത് പോകുന്നത് പറയുന്ന പോലെയാണ് ഇപ്പം ഈ വള്ളം ബുക്ക് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയാണ്. കാരണം വേറെ മാർഗമൊന്നുമില്ല ഈ പ്രദേശത്ത് നിന്നൊക്കെ പുറത്തേക്ക് കിടക്കാൻ. അങ്ങനെ അത്രയും മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഈ കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലും. അതാണ് അവസ്ഥ.